നമസ്കാരം. ഇന്ത്യൻ വെള്ളത്തിലേക്ക് സ്വാഗതം. തുടർച്ചയായ മൂന്നാം ദിവസവും ഇന്ത്യൻ വിപണിയിൽ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. നേട്ടത്തിൽ തുടങ്ങിയിട്ടാണ് നഷ്ടത്തിലേക്ക് വിപണികൾ വഴിമാറിയത്. നിഫ്റ്റി 25,800 എന്ന നിലവാരത്തിന് താഴേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യൻ വിപണിയിൽ ഇടിവ് നേരിട്ടത്? അതുപോലെ ഫെഡിൻ്റെ പലിശ നിരക്ക് എങ്ങനെയൊക്കെയായിരിക്കും ഇന്ത്യൻ വിപണിയെ സ്വാധീനിക്കാൻ പോവുക? വ്യാഴാഴ്ചത്തെ വ്യാപാരത്തിൽ വിപണിയുടെ മുന്നിലുള്ള സാധ്യത എന്തൊക്കെ? അതുപോലെ നിഫ്റ്റി സൂചിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ? ഇത്തരം ഘടകങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനം പങ്കുവെക്കുന്നത്. ആദ്യം ബുധനാഴ്ചത്തെ ഒരു വിപണിയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ചെറിയ നേട്ടത്തിലുള്ള ഓപ്പണിംഗ് നമുക്ക് കാണാനാകും. ആദ്യഘട്ടത്തിലൊരു മുന്നേറ്റത്തിലുള്ള ശ്രമം പ്രകടമാണ്. ഇന്നത്തെ ഉയർന്ന നിലവാരത്തിലേക്ക് ഉള്ളൊരു മുന്നേറ്റം നമുക്ക് കാണാനായി. എന്നാൽ കൂടുതൽ നേരം ആ ഒരു ഉയർന്ന നിലവാരങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പ്രധാനപ്പെട്ട ഒരു സൂചികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. തൊട്ടുമുന്നിലെ ഒരു പ്രധാന പ്രതിരോധം ഒരു മറികടക്കാൻ സാധിച്ചില്ല. വീണ്ടും താഴേക്ക് വരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു താഴ്ന്ന നിലവാരത്തിന് സമീപമാണ് ഇന്നത്തെ ഒരു ക്ലോസിംഗ് എന്നും പ്രധാനപ്പെട്ട ഒരു സൂചികൾ കാണാം. ഇനിയിപ്പോൾ അതൊരു സെൻസെക്സിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ബേസിനെ മുഖ്യ സെൻസെക്സ് ആകട്ടെ എന്നൊരു 354 പോയിന്റ് വരെ ഒരു ഘട്ടത്തിൽ ഉയർന്നതാണ്. അങ്ങനെ 85,020 എന്നുള്ള നിലവാരത്തിലൊരു ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ആ ഒരു നിലവാരത്തിൽ ആ ഒരു നേട്ടം നിലനിർത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ഏകദേശം ഇന്നത്തെ ഡേ ഹൈയിൽ നിന്ന് 629 പോയിന്റ് താഴ്ന്നിട്ടാണ് ഒരു നെഗറ്റീവിൽ ക്ലോസ് രേഖപ്പെടുത്തുന്നത്. സമാനമായി നിഫ്റ്റി നോക്കുകയാണെങ്കിൽ NSE മുഖ്യ സൂചിയായ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു ഘട്ടത്തിൽ 108 പോയിന്റ് വരെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഉച്ചയോടെ അടുപ്പിച്ചത് വീഴും നമുക്ക് കാണാം. ഇന്നത്തെ ഇപ്പോൾ ഉയർന്ന നിലവാരത്തിൽ നോക്കുമ്പോൾ ഏകദേശം 190 പോയിന്റ് 200ഓളം പോയിന്റ് താഴെയായിട്ടാണ് നിഫ്റ്റിയുടെ ഇന്നൊരു ക്ലോസിംഗ് കാണാം. അപ്പോൾ ബുധനാഴ്ച വ്യാപാരത്തിനൊടുവിൽ നോക്കുമ്പോൾ ബിസിനെ മുഖ്യ സെൻസെക്സ് ആകട്ടെ 275 പോയിന്റ് നഷ്ടം, അല്ലെങ്കിൽ 0.32%, 1% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് 84,391 എന്ന നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമാനമായി NSE മുഖ്യ സൂചിക നിഫ്റ്റി ആകട്ടെ 82 പോയിന്റ്, അല്ലെങ്കിൽ 1% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് 25,758 എന്ന നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി ഇൻഡെക്സ് സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ നിഫ്റ്റി ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഐഷർ മോട്ടോഴ്സ്, ഹിൻഡാൽകോ, HDFC ലൈഫ്, ടാറ്റ സ്റ്റീൽ, അദാനി പോർട്സ് എന്നിവയാണ് നേട്ടമുണ്ടാക്കിയ നിഫ്റ്റി ഓഹരികൾ. മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇന്റർഗ്ലോബ് ഏവിയേഷൻ, അല്ലെങ്കിൽ ഇൻഡിഗോ, എറ്റേണൽ, സൊമാറ്റോയുടെ എറ്റേണൽ, ട്രെൻഡ്, ഭാരതി എയർടെൽ, അപ്പോളോ ഹോസ്പിറ്റൽസ് എന്നിവയാണ് നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ള നിഫ്റ്റി ഓഹരികൾ, അല്ലെങ്കിൽ നിഫ്റ്റി സ്റ്റോക്സ് നമുക്ക് കാണാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നൊരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ള 262 പോയിന്റ്, അല്ലെങ്കിൽ 0.5%ഉള്ള പ്രൈവറ്റ് ബാങ്ക് ഓഹരികളും PSU ബാങ്ക് ഓഹരികളും ഇന്നൊരു നിറമങ്ങിയ ഒരു പ്രകടനമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ഇവിടെ കാണാം. ബാങ്ക് നിഫ്റ്റി അങ്ങനെ 262 പോയിന്റ്, അല്ലെങ്കിൽ 0.5% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 58,960 എന്ന നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് വിപണിയിൽ ഇടിവ് അല്ലെങ്കിൽ നേട്ടം നിലനിർത്താൻ സാധിച്ചില്ല എന്ന് നോക്കിയാൽ പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. ഒന്ന്, ഫെഡറൽ റിസർവിൻ്റെ ആ ഒരു തീരുമാനം എന്താണെന്ന് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം വിപണിയിൽ നിഴലിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗ്ലോബലായിട്ടുള്ളൊരു ആഗോള വിപണികളിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു പ്രകടനമാണ് കാണാൻ കഴിച്ചത്. പിന്നെ FIS, അല്ലെങ്കിൽ 3 ഘടകങ്ങളാണ് പ്രധാനമായിട്ട് ഇന്നത്തെ വിപണിയിൽ ഒരു ഇടിവിന് കാരണമായിട്ടുള്ളത്. അതിൽ ഫെഡിൻ്റെ, അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം ഇന്ന് വരും. ഇപ്പോൾ ഇന്നത്തെ അർദ്ധരാത്രിയാണ് നമുക്കത് മാർക്കറ്റ് ടൈമിന് ശേഷമാണ്. അപ്പോൾ അതിന് മുന്നോട്ടുള്ളൊരു അനിശ്ചിതത്വമാണ് ഏഷ്യൻ വിപണികളിലും നമ്മുടെ വിപണികളിലുമൊക്കെ ഇന്ന് കാണാനായത്. അപ്പം തുടർച്ചയായി 3-ാം തവണയും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. 25 bps, അല്ലെങ്കിൽ 0.25% പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് വിപണി പൊതുവെ കരുതുന്നത്. കുറയ്ക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഡോളർ ശക്തിപ്പെടാനും വിപണിയിൽ എമർജിംഗ് മാർക്കറ്റ്സ്, അല്ലെങ്കിൽ ഇന്ത്യൻ US പുറത്തുള്ള മറ്റ് മാർക്കറ്റുകളെ തിരിച്ചടി നേരിടാനും ഒരു കാരണമായി. US വിപണിയിൽ ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ ഒരു സെൽ ഓഫിന് കാരണമാകാം. അപ്പോൾ എന്തായാലും പലിശ നിരക്ക് കുറയ്ക്കും എന്നാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. കുറയ്ക്കുന്നില്ലെങ്കിൽ അത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് നിരാശയായി ബാധിക്കുന്നൊരു തീരുമാനമാകും. ഇനി അഥവാ 25 bps 0.5% കുറയ്ക്കുകയാണെങ്കിൽ ആ തീരുമാനം ഓൾറെഡി മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ 2026 എത്രത്തോളം റേറ്റ് കട്ട്, അല്ലെങ്കിൽ എന്തായിരിക്കും ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ട്രാജക്ടറി എന്നുള്ളൊരു സൂചന ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെങ്കിൽ, അല്ല അത് പ്രതീക്ഷിച്ച രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലത്തെ രീതിയിൽ ഇപ്പോൾ ഇത് അമേരിക്കൻ എക്കണോമിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ 2 മുതൽ 4 തവണ വരെയെങ്കിലും 2026 FOMC യോഗങ്ങളിൽ പലിശ നിരക്ക് കുറയ്ക്കാമെന്നുള്ള പ്രതീക്ഷയാണ് വിപണി വെച്ച് പുലർത്തുക. അപ്പോൾ ഇതിനെക്കാട്ടും കുറവാണ് വരുന്നതെങ്കിലോ, അല്ലെങ്കിൽ അതായത് എക്കണോമി ഇമ്പ്രൂവ് ചെയ്യുമെന്നുള്ള കൂടുതൽ സാധ്യതകൾ പറയാതെ ഈ റേറ്റ് കട്ടിൻ്റെ അളവ് കുറയ്ക്കുന്ന രീതിയിലാണ് പറയുന്നതെങ്കിൽ അത് മാർക്കറ്റ് സമയം നെഗറ്റീവാണ്. എന്തായാലും 0.5% എന്നുള്ള റേറ്റ് പലിശ നിരക്ക് കുറയ്ക്കുന്നില്ല, മാർക്കറ്റ് സമയം നെഗറ്റീവ് സർപ്രൈസാണ്. പലിശ നിരക്ക് കുറയ്ക്കുന്നുണ്ടെങ്കിൽ 0.5%, അല്ലെങ്കിൽ 25 bps കുറയ്ക്കുന്നുണ്ടെങ്കിൽ 2026 വർഷത്തിലെ പലിശ നിരക്കിൻ്റെ ഒരു ഗതി എങ്ങനെയുള്ളതെന്നുള്ള ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തുള്ള സൂചനയാകും മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക എന്നാണ് പറഞ്ഞു വെക്കുക. അത് നാളത്തേക്കുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഫെഡറൽ റിസർവിൻ്റെ ആ ഒരു തീരുമാനം സംബന്ധിച്ച അനിശ്ചിതത്വമാണ് ഇന്ത്യൻ വിപണിയും ബാധിച്ചിട്ടുള്ളതെന്ന് കാണാം. പിന്നെ വീക്ക് ഗ്ലോബൽ ക്യൂസാണ്. ഇപ്പോൾ ഏഷ്യൻ വിപണികളൊക്കെ ആ സമയത്ത് നോക്കുകയാണെങ്കിൽ ഷാങ്ഹായ് ആയാലും, ഹോങ്കോങ്ങിൻ്റെ ഹാങ്സങ് ആയാലും, ജപ്പാൻ നിക്കിയൊക്കെ ആയാലും ഒരു താഴ്ന്ന നിലവാരത്തിൽ തന്നെയാണ് ട്രേഡ് ചെയ്യപ്പെട്ടിരുന്നത്. കഴിഞ്ഞ ദിവസം US ഇൻഡിസസും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ആഗോള വിപണികളിൽ നിന്നും ഒരു അനുകൂലാവസ്ഥ ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണിയും താഴേക്ക് പോയി, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോയെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും.
ഇനി FISൻ്റെ സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായ ഒരു 10ാം ദിവസവും ഒരു സെല്ലിങ്ങിലോട്ട് കടന്നിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം 3760 കോടിയുടെ സെല്ലിങ്ങാണ് നടത്തിയതെങ്കിൽ ഇന്നും നോക്കുകയാണെങ്കിൽ ഏകദേശം 1674 കോടി രൂപയുടെ ഒരു സെല്ലിങ്ങാണ് NSE ക്യാഷിൽ കാണാനാകുന്നത്. അതായത് തുടർച്ചയായ 10ാം ദിവസവും FISൻ്റെ ഭാഗത്തുള്ള സെല്ലിംഗ് കാണാം, അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നൊരു സെല്ലിംഗ് കാണാനാകും. മറുവശത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 3500 കോടിയോളം രൂപയുടെ ഒരു ക്യാഷ് സെഗ്മെൻറ്റിൽ NSE ക്യാഷ് സെഗ്മെൻറ്റിൽ ബൈ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഉയർന്ന ഒരു റെക്കോർഡ് ഹൈയിലേക്ക് പോയ സമയത്ത് FISൻ്റെ സെല്ലിംഗ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ പിന്നോട്ട് വലിച്ചിട്ടുള്ള പ്രധാന ഘടകങ്ങളിലൊന്നും. ഇപ്പോൾ ഡൊമസ്റ്റിക്കുള്ള ഫാക്ടേഴ്സ് നോക്കുമ്പോൾ നമുക്ക് അത്ര നെഗറ്റീവായിട്ടുള്ള ഘടകങ്ങളൊന്നുമില്ല. ഇപ്പോൾ റുപ്പിയുടെ വിനിമയ മൂല്യത്തിൽ തകർച്ചയുണ്ട്, അത് FISൻ്റെ സെല്ലിംഗ് ആയിട്ട് നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. പക്ഷേ അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ മാക്രോയുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ GDP ഒക്കെ 8.2 ലെവലിൽ ഗ്രോത്ത് റേറ്റ് ഒക്കെ ചെയ്തു, GSTയുടെ റാഷണലൈസേഷനൊക്കെ ഉള്ളതാണ്. അപ്പം FISൻ്റെ സെല്ലിംഗ് മാർക്കറ്റെ സംബന്ധിച്ച് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഫെഡ് റിസർവിൻ്റെ പലിശ നിരക്ക് സംബന്ധിച്ച് അനിശ്ചിതത്വം, ഗ്ലോബൽ ക്യൂസിൽ നിന്നുള്ളൊരു നെഗറ്റിവിറ്റി, FISൻ്റെ സെല്ലിംഗ്, 3 ഘടകങ്ങളെന്ന് വിപണി ഒരു നേട്ടത്തിൽ തുടങ്ങിയിട്ടും ഒരു നെഗറ്റീവിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കിയെന്ന് കാണാം. ഇനി ഫെഡ് റിസർവിൻ്റെ ഫെഡ് റിസർവ് പലിശ നിരക്ക് കുറച്ചിൽ ഇന്ത്യ വിപണി എങ്ങനെ ബാധിക്കും എന്നുള്ളത് സൂചിപ്പിച്ചു കഴിഞ്ഞു. 1% എന്നുള്ളത് ആണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ 25 BPS എന്നുള്ളതാണ് പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് അതുപോലെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. ഇനി പലിശ നിരക്ക് കുറയ്ക്കാതെ വഴിയാണ് റേറ്റ് അഞ്ചിഞ്ഞിട്ടെന്നാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് സർപ്രൈസാണ്, തിരിച്ചടിക്കുള്ള കാരണമാകും. ഇനി 1% കുറയ്ക്കുകയും അല്ലെങ്കിൽ 25 BPS കുറയ്ക്കുകയും 2026 എത്രത്തോളം പലിശ നിരക്കുകൾ കുറയ്ക്കാം, അല്ലെങ്കിൽ പലിശ നിരക്കിൻ്റെ ഒരു ഗതി എങ്ങനെ പോകും എന്നുള്ളതാണ് മാർക്കറ്റ് ഉറ്റുനോക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ഫെഡ് റിസർവ് ചെയർമാൻ ജെറോം പവലിൻ്റെ വാക്കുകളായിരിക്കും വിപണിയുടെ ഭാവി ഗതി നിശ്ചയിക്കുക. ഇതാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ പലിശ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഘടകമാണ്. കൂടുതൽ കുറവുകളും മുന്നോട്ട് പറയുന്നുണ്ടെങ്കിൽ ലോങ് ടൈമിലേക്ക് അത് ഇന്ത്യൻ മാർക്കറ്റിന്, എമർജിങ് മാർക്കറ്റ്സിന്, അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള എമർജിങ് മാർക്കറ്റ്സിന് പോസിറ്റീവാണ്. അപ്പോൾ FISൻ്റെ ഒരു സെല്ലിംഗ് കുറയ്ക്കാനൊക്കെ ഉള്ളൊരു നീക്കത്തിലേക്ക് വഴിതെളിക്കുന്നൊരു കാര്യമാകും പലിശ നിരക്ക് കൂടുതൽ കുറയ്ക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഫെഡ് റിസർവിനെ സംബന്ധിച്ച് ഇന്ത്യൻ വിപണിയെ ബാധിക്കുന്ന ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. ഇനി വീണ്ടും ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് 3200 ഓഹരികളാണ് മൊത്തം NSEയിൽ ട്രേഡ് ചെയ്യപ്പെട്ടത്. ഇതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്, അല്ലെങ്കിൽ അഡ്വാൻസ് എന്ന് പറയുന്നത് 1351 ഓഹരികളാണ്. ഡിക്ലൈൻസ് 1752 അൺചേഞ്ച് 97. ഇത് അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ 1 താഴെയാണ്. ആ മാർക്കറ്റ് ബ്രെഡ്ത്ത് വീക്കായി തുടരുന്നു എന്ന് നമുക്ക് പറയാം. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഇന്ന് 29 ഓഹരികളാണുള്ളത്. 52 വീക്ക് ലോ, അല്ലെങ്കിൽ ഒരു വർഷത്തെ താഴ്ന്ന നിലവാരത്തിലേക്ക് പോയത് 84 ഓഹരികളെന്നും കാണാം. ആ ഒരു ബ്രോഡർ ഇൻഡീസസ് നോക്കുകയാണെങ്കിലും ഒരു മെയിൻ ഇൻഡീസസിൻ്റെ ഒരു കാട്ടും ഒരു അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു പറയാം. ഇപ്പം NSEയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചിക നിഫ്റ്റി 500 നോക്കുകയാണെങ്കിൽ 0.5% നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നോക്കുകയാണ്, അതായത് NSEയിലെ ഏറ്റവും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള 500 ഓഹരികളുടെ, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള 500 ഓഹരികളുടെ കംപ്രൈസ് ചെയ്യുന്നൊരു സൂചികയാണ് നിഫ്റ്റി 500 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 500 എണ്ണത്തിൽ 315 ഓഹരികളും ഇന്ന് ഒരു നഷ്ടത്തിലായിരുന്നു എന്ന് കാണാം. അപ്പം മാർക്കറ്റ് ബ്രെഡ്ത്ത് അല്ല അഡ്വാൻസ് ഡിക്ലറേഷൻ വീക്കായിരുന്നു തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ് സൂചിക നോക്കുകയാണെങ്കിൽ 1% നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചിക 1% നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രോഡർ മാർക്കറ്റ് ഇൻഡീസസും മെയിൻ ബെഞ്ച് മാർക്ക് ഇൻഡീസസിനെക്കാട്ടും അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു എന്ന് പറയാം. ഇന്ത്യ വിക്സ് സൂചി നോക്കുകയാണെങ്കിൽ 10.91 നിലവാരത്തിൽ ക്ലോസിംഗ് ഉണ്ട്, താഴെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു തരത്തിൽ പോസിറ്റീവാണ്. ഇനി സെക്ടറൽ സൂചികൾ നോക്കുകയാണെങ്കിൽ ഒരു വീക്കർ പെർഫോമൻസ് ആയിരുന്നു, അല്ലെങ്കിൽ മിക്സ്ഡ് ആയിരുന്നു എന്ന് പറയാം. ഇപ്പോൾ നിഫ്റ്റി ഓട്ടോ ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി IT, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവയൊക്കെ ഗണ്യമായ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവ, മീഡിയ എന്നിവ നേട്ടത്തിലുമാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വ്യാഴത്തെ വ്യാപാരത്തിൽ വിപണിയിൽ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റഡി ഓപ്പൺ കിട്ടി, ഒരു കൂടുതൽ മുന്നേറ്റത്തിന് പോകുന്ന ഇനീഷ്യലി നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ 25,948 നിഫ്റ്റി ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ കൂടുതൽ ആ ഒരു ഹയർ ലെവൽസിൽ ഹോൾഡ് ചെയ്യാൻ കഴിയുന്നില്ല. സെല്ലിംഗ് പ്രഷർ അവിടെ എമർജ് ചെയ്യപ്പെടുന്നു. ഇൻഡെക്സ് ഒരു താഴേക്ക് വീഴുന്നു. ഇന്നത്തെ ലോയ്ക്ക് സമീപം ക്ലോസ് ചെയ്യുന്നു. ഇന്നലത്തെയും കഴിഞ്ഞ ദിവസത്തെയും ഒരു ഡേലോയുടെ സോൺ തന്നെയാണ് 25,720, 25,740 എന്നുള്ളൊരു സോണിൽ തന്നെയാണ് ഇന്ന്. ഏകദേശം അതിൻ്റെ തൊട്ടടുത്താണ് നിഫ്റ്റിയുടെ ക്ലോസിങ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു ഡേ ലോയും ഏകദേശം ഇതിൻ്റെ അടുത്ത് തന്നെയാണെന്ന് കാണാം. കഴിഞ്ഞ വ്യാപാര ദിനത്തിൽ അതേ ലോ സോണിൽ തന്നെയാണ്. ഡേ താഴെ നിലവാരത്തിന് സമീപമാണെന്ന് കാണാം. 25,720, 25,740. പിന്നെ മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഒരു 20 ഡേ എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജും 25,977 സമീപമുള്ള
ആ ഒരു ഭാഗത്താണ്, അതായത് ഒരു റെസിസ്റ്റൻസ് നിന്ന് കാണാനായത്. പിന്നെ ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴേക്ക് വന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ആ ഒരു മൂവിങ് ആവറേജുമായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള ഒരു നീക്കുപോക്കാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഡെയിലി ചാർട്ട് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള നെഗറ്റീവ് ക്യാൻഡിൽ കാണാം, ലോങ്ങർ അപ്പർ ഷാഡോയും കാണാം. അപ്പോൾ അത് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ആ ഒരു മാർക്കറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ബുൾസിനെ ആ ഒരു ഹയർ ലെവൽസിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ ആ ഒരു ബൗൺസിനെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാത്ത ഒരു ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ RSI നോക്കുകയാണെങ്കിലും കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 60 നിന്ന് 44ലേക്ക് താഴ്ന്നിട്ടുണ്ട്. ഒരു മൗണ്ടൻ വീക്കൻ ചെയ്യുന്ന ഒരു സൂചനയാണത്, അല്ലെങ്കിൽ ഒരു സെൽ ഓൺ പ്രൈസ്, അല്ലെങ്കിൽ ആ ഒരു സെല്ലേഴ്സിന് ഫേവറബിൾ ആയിട്ടുള്ളൊരു ലക്ഷണമാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പം നിഫ്റ്റിയുടെ ഈ വ്യാഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്, അതായത് 25,730, 25,700 ഇന്നത്തെ ലെവൽ ഇച്ചിരി താഴെ, അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം നമുക്ക് ഏകദേശം അവിടെ നിന്ന് സപ്പോർട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ 25,700 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നതിന് മൂവ് ആണെന്നുള്ള വരുന്നതെങ്കിൽ കൂടുതൽ സെല്ലിങ്ങിലോട്ട് പോകാം. അങ്ങനെ 25,500 പോകാം. 25,600 താഴെ ഒരു ക്ലോസിംഗ് വരികയാണെങ്കിൽ കൂടുതൽ കറക്ഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വഴി തുറക്കപ്പെടും. ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം വരേണ്ടതുണ്ട്. ഇപ്പം ഈ ലെവൽസ് വെച്ച് പറയുകയാണെങ്കിൽ 25,730, 25,700, അതായത് 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ സോണാണത്. കഴിഞ്ഞ 2 ദിവസം പിന്നും ഇന്നലെയായിട്ട് നോക്കുമ്പോൾ അത് ഏകദേശം ആ ഒരു ഭാഗത്തെ സപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനാണ് ഇനി ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് 25,700 താഴെയാണ് അത് സസ്റ്റെയിൻ ചെയ്യുന്നത് എങ്കിൽ കൂടുതൽ സെല്ലിങ് വരാം. 25,500 വരെ പോകാൻ സാധ്യതയുണ്ട്. ഒരു 25,600, 550, 600 താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അത് പക്ഷേ അത് ഫെഡറൽ റിസർവിൻ്റെ ഒരു ഔട്ട്കമ്മിനെ ബന്ധിച്ചിരിക്കുന്ന ഒരു ഘടകമാണ്. ഇനി മറുവശത്ത് നോക്കുകയാണെങ്കിൽ 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് സോൺ ആയിട്ടുള്ള 25,950, 26,000 തന്നെയാണ് ഇന്നത്തെ ഏകദേശം ഡേ ഹൈ ഒക്കെ വന്നിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഒരു ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. 26,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 26,150 പോകാനുള്ള വഴി തുറക്കപ്പെടും. അപ്പോൾ ഒരു ഷോർട്ട് ടൈം നോക്കുമ്പോൾ ഒരു നിഫ്റ്റിൽ നമുക്കൊരു പ്രഷർ കാണാൻ കഴിയുന്നുണ്ട്. അത് ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം വരുന്നതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ പറയാൻ കഴിയും. പക്ഷേ 25,700, 25,950 ഈ 2 സോണാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 25,700 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണ് കൂടുതൽ സെല്ലിംഗ് പ്രഷർ നേരിടുക. അതുപോലെ തന്നെ 25,950 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കണമെങ്കിൽ കൂടുതൽ മുകളിലേക്കുമ്പോൾ സാധ്യതയുണ്ട്. ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം വരേണ്ടതുണ്ട്. നമുക്ക് ഇന്നലെ കാത്തിരുന്ന് കാണാം. നിഫ്റ്റിൽ ഇപ്പോൾ തൽക്കാലം ഇത് പറയുകയാണെങ്കിൽ ഒരു അണ്ടർ പ്രഷറാണെന്ന് വേണേൽ സൂചിപ്പിക്കാം. പക്ഷേ ഇതെല്ലാം ഫെഡറൽ റിസർവിൻ്റെ ഫൈനൽ ഔട്ട്കമ്മിനെ അനുസരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നാളെയാണ് നമുക്കറിയാൻ കഴിയുക. അപ്പോൾ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റല്ല. മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസ് ഷെയർ ചെയ്യുന്നു മാത്രം. അപ്പോൾ ഇവർക്ക് നാളെ നല്ല ദിനമായിട്ട് ആശംസയോടെ നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.